ശ്രീമതി ധന്യാരാമൻ, ഇപ്പോൾ ഈ യുവതിയുടെ ഒരു ആഘോഷം മാത്രമല്ല ഈ വേടൻ, അദ്ദേഹത്തിൻ്റെ പാട്ട്, അദ്ദേഹം പറയുന്നത്, അവിടെ വരുന്ന ബിംബകൽപ്പനകൾ, അങ്ങനെ അതെല്ലാം നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അത് വേർതിരിവുകൾക്കെതിരെ, മതിൽക്കെട്ടുകൾക്കെതിരെ അതിനെയൊക്കെ പൊളിക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ആഖ്യാനം വരുന്നത്. ഇതൊക്കെ ഈ പൊതുസമൂഹത്തിൽ ആരെങ്കിലുമൊക്കെ പൊള്ളിക്കുന്നുണ്ട് അല്ലെങ്കിൽ പ്രകോപിപ്പിക്കുന്നുണ്ട് എന്നുകൂടി വ്യക്തമാകുന്നുണ്ടോ ഇപ്പോൾ വരുന്ന വിവാദങ്ങളും സംഭവവികാസങ്ങളൊക്കെ? ശ്രീമതി ധന്യ. തീർച്ചയായിട്ടും നിങ്ങൾ നോക്കിയേ, ഇവിടെ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ പരിപാടി വെച്ചാൽ കൗമാരക്കാരും യൂത്തുമായിട്ടുള്ള എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരും അങ്ങനെ പങ്കെടുക്കുന്നില്ല. പാർട്ടി പരിപാടികൾക്ക് പോലും അങ്ങനെ പങ്കെടുക്കുന്നില്ല. ആ സ്ഥാനത്താണ് വേടൻ വന്ന് കൃത്യമായിട്ടൊരു രാഷ്ട്രീയം പറയുകയും ആ പാട്ട് കേൾക്കുകയും ചെയ്യുമ്പോൾ അത് കേൾക്കാനായിട്ട് മനുഷ്യരുണ്ടാകുന്നു. ഞാൻ കണ്ടിട്ടില്ല ഈ അടുത്ത കാലത്തൊന്നും ഇതുപോലെ ജാസി ഗിഫ്റ്റിൻ്റെ പാട്ട് ഞാൻ അടുത്തുനിന്ന് കേട്ടിട്ടുണ്ട്. അപ്പം ആൾക്കാർ വേദിയിൽ ഇങ്ങനെ വേദി ഇളകി മറിഞ്ഞ് അദ്ദേഹത്തെ അത്രയും സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഞാൻ വേറെ ആരും ഇത്രയും കണ്ടിട്ടില്ല. വേടൻ അതുപോലെ യൂത്തിൻ്റെ സപ്പോർട്ട്, കുട്ടികളുടെ സപ്പോർട്ട്, കൗമാരക്കാരുടെയും 25-നും 30-നും ഇടയിലുള്ള ആൾക്കാരാണ് അവിടെ വന്ന് അടിയുന്നത്. എന്നോട് ഇവിടെ പോലീസ് ഇവിടെ ട്രിവാൻഡ്രം സിറ്റിയിൽ വന്നപ്പോൾ പോലീസുകാരനെ പറഞ്ഞു, അയ്യോ ഞങ്ങൾ ആകെ പെട്ടുപോയി, കാരണം ഇത്രയും ആൾക്കാർ വന്നിങ്ങനെ കൂടുന്നു വിചാരിച്ചില്ല. അതൊരു പിന്നെ വന്ന് എല്ലാവരും കൂടി ഇത്രയും തിക്കും തിരക്കിയപ്പോഴത്തേക്കും അതിനകത്ത് അപകടം സംഭവിച്ചു എന്ന് അങ്ങനെ എൻ്റെ അടുത്ത് ACP പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ഓർത്തോക്കണം, ഇത്രയും ആൾക്കാർ കൂടുമ്പം ഇവിടെ ഇങ്ങനെ ഒരു ആൾക്കാരെ കൂട്ടാൻ പറ്റുന്ന ഒരാളെ ഇവിടുത്തെ പലർക്കും പേടിയാണ്, ഭയമാണ്. അങ്ങനെ ഒരു രാഷ്ട്രീയ അജണ്ട ഇതിലുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നുണ്ട്. എന്തായാലും ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. ആ ഒരു ആളെ കൂട്ടൽ അത് കണ്ട് പലർക്കും അതിനെ ഭയക്കുന്നുണ്ട്. കാരണം പുതിയൊരു രാഷ്ട്രീയം ഇവിടെ ഉയർന്നു വരുമോ എന്നുള്ള പേടിയാണ്. കാരണം നിങ്ങൾ ഓർക്കണം, ഇതിനകത്ത് ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. അതുപോലത്തെ മനുഷ്യരാണ് അവിടെ വന്ന് ഇത് മനസ്സിലാക്കി അത് കേൾക്കുന്നത്. അദ്ദേഹത്തോട് സംവദിക്കുന്നത് അത്രയും മനുഷ്യരാണ്. അപ്പം അതിനെ ഭയക്കുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെ ഒരു പൊളിറ്റിക്സ് ഇവിടെ ഉയർന്നു വന്നു കഴിഞ്ഞാൽ അത് മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് അതൊരു എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നവരുമുണ്ട്. അതുകൊണ്ട് അതും ഇതിനൊരു റീസൺ ആയിട്ട് ഞങ്ങൾ കാണുന്നുണ്ട്. കൃത്യമായിട്ട് ഗൂഢാലോചന സംഭവിച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കണം, മധു കൊല ചെയ്യപ്പെട്ടപ്പം ആ മധുവിനെ കൊന്നിട്ട് കൊല്ലാനായിട്ട് ആ ഗുഹയെ കൊണ്ടുപോയ അവിടെ തൊട്ട് 4 മണിക്കൂറാണ് അവർ നടന്നത് ഈ ജംഗ്ഷൻ വരെ. അപ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കൂടെ ഉണ്ടായിരുന്നു. അവരുടെ സാന്നിധ്യത്തിലാണ് മധുവിനെ അന്ന് ഇത് തല്ലി കൊന്നത്. പക്ഷെ കോടതിയിലെത്തിയപ്പോൾ ഒരൊറ്റ വനംവകുപ്പ് ഉദ്യോഗസ്ഥനും ഇല്ലായിരുന്നു. സാക്ഷികളായിട്ടുണ്ടായിരുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥരെല്ലാം കൂറ് മാറിക്കളഞ്ഞു. അപ്പോൾ അവരൊക്കെ ഒരു ഹ്യൂജ് എമൗണ്ട് 50 ലക്ഷം 1 കോടിയൊക്കെ വാങ്ങിച്ച് കേസ് അതായത് ഇഷ്ടകാലം അവർക്ക് ജോലി വേണ്ട, ആ ജോലി വേണ്ടാതെ അവർ ഈ അത്രയും പൈസ വാങ്ങിച്ചിട്ടാണ് ഒഴിവായി പോയത്. അപ്പോൾ നിങ്ങളൊന്ന് ഓർത്ത് നോക്കി, ഈ സിസ്റ്റമൊക്കെ ഇത്രയേ ഉള്ളൂ. ഞങ്ങളുടെ ഇടയിൽ നിന്ന് ഒരാളെ വളർന്നു വരാനായിട്ട് ഒരിക്കലും ആരും സമ്മതിക്കില്ല. ഈവൻ രാഷ്ട്രീയ പാർട്ടിക്കാർ പോലും അവർക്കറിയാം അടുത്ത മണ്ഡലത്തിൽ ആരെ മത്സരിപ്പിക്കണം, അവനെ മാത്രമേ ഒരു രാഷ്ട്രീയത്തിലായാൽ പോലും വളർത്തുള്ളൂ. അല്ലാത്ത ഒരാളെയും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാർ പക്ഷേ ധന്യ, ഈ വിഷയത്തിൽ എല്ലാവരുടെയും പിന്തുണയുണ്ട് കേട്ടോ. ധന്യ കേട്ടതുമാണല്ലോ ഇപ്പോൾ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി, കോൺഗ്രസിന്റെ നേതാക്കൾ, അതാണ് ന്യൂസ് എല്ലാവരും. അതെ, കോൺഗ്രസ്, അതെ കോൺഗ്രസ് നേതാക്കൾ സപ്പോർട്ട് ചെയ്തു. ഇന്നലെ MV ഗോവിന്ദ മാസ്റ്ററോട് സംസാരിച്ചിരുന്നു. മാസ്റ്റർ ഞങ്ങളോട് ഭയങ്കര പോസിറ്റീവായിട്ടാണ് സംസാരിച്ചത്. സത്യത്തിൽ മാസ്റ്ററോട് പുന്നല ശ്രീകുമാർ സാർ ഇടപെട്ട ശേഷവും മാസ്റ്റർ സംസാരിച്ച ശേഷവും മാസ്റ്ററോട് ഇന്നലെ സംസാരിച്ചിരുന്നു. അതിനുശേഷമാണ് എനിക്ക് ഇത് പോസിറ്റീവായിട്ട് വരും എന്നുള്ള ഒരു ധാരണ എനിക്ക് വന്നത്. അദ്ദേഹത്തോട് അങ്ങനെയൊന്നും സംഭവിക്കില്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും വേടനെ ആവശ്യമുണ്ട്, വേടൻ ഇവിടെ വേണം എന്ന് MV ഗോവിന്ദ മാസ്റ്റർ എന്നോട് പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടായത്. അതുപോലെ ഈ ഒരുപാട് ആൾക്കാർ വിദേശത്തുനിന്ന്, UK നിന്നും US നിന്നും ദുബായിൽ നിന്നൊക്കെ ആൾക്കാർ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു കാരണവശാലും എനിക്ക് സത്യത്തിൽ അത്ഭുതമാണ്, ഇങ്ങനെയും മനുഷ്യർ എൻ്റെ നമ്പർ തപ്പിപ്പിടിച്ച് ഞാനൊരു ചർച്ചയ്ക്ക് ശേഷം അവർ എൻ്റെ അടുത്ത് പറഞ്ഞു, എത്ര സ്റ്റേജ് വേണമെങ്കിലും ഞങ്ങൾ കൊടുക്കും, നിങ്ങൾ വേടനോട് ഞങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ടാക്കി തരണം, ഇവിടെയൊക്കെ അവർ വരട്ടെ, ഞങ്ങൾക്ക് എത്ര എക്സ്പെൻസ് ആയാലും ഞങ്ങൾ എടുക്കുക. അതൊക്കെ ഞങ്ങളുടെ ഈ ഒരു സമൂഹത്തിന് കിട്ടുന്ന ഒരു പിന്തുണയായിട്ടാണ് ഞാൻ കാണുന്നത്. കലാഭവൻ ചേട്ടന് കിട്ടിയ പോലെ തന്നെ ആ ഒരു സപ്പോർട്ട് എല്ലാ പൊതുസമൂഹത്തിൻ്റെയും, മാധ്യമങ്ങളുടെയും, ചില മാധ്യമങ്ങൾ മാത്രമേ പക്ഷേ എസ്പെഷ്യലി News 24 ഒക്കെ വളരെ പോസിറ്റീവായിട്ട് ഞങ്ങളെടുത്ത് കൃത്യമായിട്ട് ഇന്നലെ ഞങ്ങൾക്ക് സംസാരിക്കാൻ സ്പേസും തന്നു. വളരെ പോസിറ്റീവായിട്ട് അവർ കാര്യഗൗരവത്തോടെ അതിനെ കാണുകയും ചെയ്തു. ഞങ്ങളെ ഒന്നും മാനസികമായിട്ട് ഞങ്ങൾക്ക് ഭയമുണ്ട്, ഞങ്ങൾ എത്ര ഭയക്കണം, എന്തിനെല്ലാം ഞങ്ങൾ ഭയക്കണം. നിങ്ങളൊന്ന് ഓർത്ത് നോക്കി, ഈ ഭൂമിയുടെ അവകാശികൾ പോലും അല്ലാത്ത മനുഷ്യരാണ് ഞങ്ങൾ. ഒരു കരമടച്ച റെസിപ്റ്റ് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലും ഇല്ലാത്ത മനുഷ്യരാണ്. ഈ ചേരികളിലും കോളനികളിലും ജീവിക്കുന്ന മനുഷ്യരുടെ ഈ ലാൻഡ് ടാക്സിൻ്റെ കോപ്പിയൊന്നും ഒന്നിനും ഉപകരിക്കൂല. അത് ആരും അക്സെപ്റ്റ് ചെയ്യൂല, ഒരു ബാങ്ക് പോലും അക്സെപ്റ്റ് ചെയ്യൂല. അങ്ങനെയുള്ള ഈ സമൂഹത്തിൽ നിന്ന് ഞങ്ങളുടെ ഇടയിൽ നിന്ന് വളർന്നു വരുന്ന അവനൊരു തെറ്റുപറ്റിപ്പോയി, അത് ശരിയാണ്. അവനത് കള്ളം പറഞ്ഞില്ലല്ലോ,
മോഹൻലാൽ ഒരിക്കലും ഒരു പോലീസ് സ്റ്റേഷനിൽ പോലും പോകേണ്ടി വന്നില്ലല്ലോ. അദ്ദേഹത്തിന് വലിയ 5 ആനക്കൊമ്പാണ് അദ്ദേഹം കയ്യിൽ വെച്ചിരുന്നത്. അപ്പൊ അദ്ദേഹത്തിന് ഒരു പ്രാവശ്യം പോലും പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി വന്നില്ല. അദ്ദേഹത്തിന്റെ അച്ഛന്റെ അമ്മയുടെ പേരാരും പറഞ്ഞിട്ടില്ല. പക്ഷെ ഞങ്ങളുടെ ഇടയിൽ നിന്ന് ഒരാൾ പോകുമ്പോ അങ്ങനെയല്ല നോക്കും. അവനെ ദൃശ്യതയോടെ വലിച്ചിഴക്കുകയായിരുന്നു. സത്യത്തിൽ രാഹുൽ ഈശ്വറും പ്രിയദർശൻ സാറും ഒക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ അതിനെ വളരെ സന്തോഷമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്.